ഗൾഫ് ഇൻസൈറ്റ് തുടരുന്നു. മണ്ണിൽ മാത്രമല്ല മരുഭൂമിയിലും നൂറുമേനി വിളവെടുക്കാമെന്ന് കാണിച്ചു തന്ന ഒരു മലയാളിയുണ്ട് UAE-യിൽ. കൊല്ലം സ്വദേശി വിജയൻ. മുരിങ്ങയില മുതൽ ഈന്തപ്പന വരെയുള്ള പച്ചക്കറികളും ഫലവർഗ്ഗങ്ങളും നിറഞ്ഞു നിൽക്കുന്നതാണ് വിജയൻ മാഷിൻ്റെ കൃഷിയിടം. ഈ ദൃശ്യഭംഗി കാണുമ്പോൾ MT നോവലുകളിലെ ഏതെങ്കിലും ഒരു ഗ്രാമമാകും നമുക്ക് ഓർമ്മ വരിക. വയൽവരമ്പും കരിവണ്ടുമെല്ലാമായി ഗൃഹാതുരമായ ഒരു കേരള ഗ്രാമം. 50 ഡിഗ്രി ചൂടിൽ കത്തിയെരിയുന്ന മരുഭൂമിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇത്. 30 വർഷത്തോളം നീണ്ട കഠിനാധ്വാനത്തിന്റെ ഫലമായി ഒരു മലയാളി ഒരുക്കിയ വാഗ്ദത്ത ഭൂമി. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഔഷധച്ചെടികളുമാണ് വിജയൻ മാഷിന്റെ 32 ഏക്കർ കൃഷിയിടത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇടതൂർന്ന് നീണ്ടു വളർന്നു നിൽക്കുന്ന മുരിങ്ങാത്തോട്ടമാണ് സന്ദർശകരെ കൃഷിയിടത്തിലേക്ക് ആനയിക്കുക. പൂത്തും തളിർത്തും നിൽക്കുന്ന നാടൻ മുരിങ്ങ തന്നെയാണ് തോട്ടത്തിലെ താരങ്ങൾ. ഏത് തണുപ്പിനും ഏത് ചൂടിനും ഈ മുരിങ്ങയിൽ കാ പിടിക്കും. ഏത് രാജ്യത്തും ഇത് പിടിക്കും. 25 കിലോയുള്ള ആട്ടും ചാണകം ഇതിൽ നിന്നൊരു 2 മീറ്റർ ദൂരെ ഇടണം. തടിയെടുത്തിടരുത്. 2 മീറ്റർ ദൂരെ 2-3 കുഴികൾ കുഴിച്ച് ചാണകവും കഴിഞ്ഞിട്ട് വെള്ളം നിറച്ച് വിട്ടു കൊടുത്താൽ മതി. 3-ാമത്തെ ദിവസം പോയി കാ വെട്ടിച്ചാൽ മതി. ആഴ്ചയിലൊരിക്കൽ നനച്ചാൽ മതി. വെള്ളവും കൂടുതൽ വേണ്ട. 3 മാസം കഴിഞ്ഞ് പോയി മുരിങ്ങ വെട്ടി ഇതേപോലെ പിടിച്ച് കിടക്കും. ഒരു ദിവസം ഒരു മുരിങ്ങയിൽ നിന്ന് 5 കിലോ മുരിങ്ങ കിട്ടും. രാസവളം തൊട്ട് തീണ്ടാതെയാണ് വിജയൻ മാഷിന്റെ കൃഷിരീതി. തോട്ടത്തിൽ വളർത്തുന്ന കന്നുകാലികളുടെ ചാണകവും പച്ചിലയുമാണ് വളമായി ഉപയോഗിക്കുന്നത്. 4 മരങ്ങൾക്ക് നടുവിൽ ചെറിയൊരു കുഴി കുഴിച്ച് അതിൽ പച്ചിലയും ചാണകവും ഇടുന്നു. ആഴ്ചയിലൊരിക്കൽ ഇവയെല്ലാം നന്നായി നനയ്ക്കും. മുരിങ്ങയുടെ ഔഷധ ഗുണം കൂടി മനസ്സിലാക്കിയാണ് കൃഷി തുടങ്ങിയതെന്ന് വിജയൻ മാഷ് പറയുന്നു. നമ്മുടെ ശരീരത്തിൽ കിടക്കുന്ന എല്ലാ രാസവിഷവസ്തുക്കളെയും റദ്ദ് ചെയ്ത് കളയാൻ, അല്ലെങ്കിൽ ഡീടോക്സ് ചെയ്ത് കളയാനുള്ള കഴിവ് മുരിങ്ങ ഇലയ്ക്കുമുണ്ട്, മുരിങ്ങ കായ്ക്കുമുണ്ട്. മുരിങ്ങയില കഴിക്കാനുള്ള സൗകര്യം ഇല്ലാത്തവർക്ക് മുരിങ്ങയില നിഴലിൽ ഉണക്കി അതിൻ്റെ ഇല ഏതെങ്കിലും ഒരു കറിയിൽ 1 സ്പൂൺ മുരിങ്ങയുടെ ഉണങ്ങിയ പൊടിയിട്ടാൽ മതി. ആ കുടുംബത്തിലെ മൊത്തം ആരോഗ്യം സൂക്ഷിക്കാനെ കൊണ്ട് 1 കരണ്ടി മുരിങ്ങയുടെ ഉണങ്ങിയ പൊടി മതി. അലയൻസ് സർക്കാരിന്റെ ഭാഗമായ വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി അതോറിറ്റിയിലെ ജീവനക്കാരനായിരുന്നു കൊല്ലം സ്വദേശിയായ വിജയൻ. കിട്ടുന്ന ശമ്പളം കൊണ്ട് എല്ലാം നടത്താൻ കഴിയില്ലെന്നുറപ്പായപ്പോൾ നാട്ടിലെ കൃഷി മണലാരണ്യത്തിലും പരീക്ഷിക്കാൻ തയ്യാറായി. മണൽപ്പരപ്പിനെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാക്കി മാറ്റുകയായിരുന്നു ഏറ്റവും ശ്രമകരമായ ജോലി. വിയർപ്പിന്റെ ഫലം കണ്ടു തുടങ്ങിയപ്പോൾ സർക്കാർ ജോലി വേണ്ടെന്ന് വെച്ചു. നല്ല മണ്ണ് ചീത്ത മണ്ണ് എന്നൊന്നില്ല. നമ്മൾ എന്ത് കൃഷി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ആ മണ്ണിനകത്ത് ആ സസ്യം വളരാനുള്ള ചേരുവകൾ മണ്ണിൽ ചേർത്ത് കൊടുത്താൽ മതി. ആ മണ്ണിന് ബയോട്ട വർദ്ധിപ്പിക്കാം. മണ്ണിൻ്റെ മൈക്രോ ഓർഗാനിസം വർദ്ധിപ്പിച്ചാൽ മതി. പിന്നെ ആ പ്രദേശത്ത് പിടിക്കാൻ ഉദ്ദേശിക്കുന്നതോ അത്തരം വിളകൾ മാത്രം അവിടെ ഉണ്ടാക്കുക. ഞാൻ എൻ്റെ മണ്ണിനെ പോഷിപ്പിക്കും. എൻ്റെ മണ്ണിനെന്നും 16 വയസ്സായിരിക്കും. മണ്ണിനെന്നും 16-17 വയസ്സാക്കിയാൽ അതിനകത്ത് ഏത് വിത്ത് ഇട്ടാലും ശരി അതിൽ നിന്ന് പ്രൊഡക്ട്സ് കിട്ടും. നാട്ടിൻപുറങ്ങളിൽ മഞ്ഞണാത്തി എന്നും വിപണിയിൽ നോനി എന്നും അറിയപ്പെടുന്ന പഴവർഗ്ഗമാണ് തോട്ടത്തിലെ മറ്റൊരു കാഴ്ച. പച്ചക്കറിയായും പഴവർഗ്ഗമായും ഔഷധച്ചെടിയായും നോനിയെ ഉൾപ്പെടുത്താം. വൈറ്റമിനും മിനറൽസും അടങ്ങിയ നോനി ശരീരത്തിലെ വിഷാംശം ഇല്ലാതാക്കുമെന്നാണ് വിജയൻ മാഷിന്റെ പക്ഷം. 23 ഡിഫറൻറ്റ് ഫൈറ്റോകെമിക്കൽസ് പ്ലസ് എസെൻഷ്യൽ ഓഫ് 5 വിറ്റാമിൻ, 3 മിനറൽസ്, 1 ആൽക്കലോയിഡ് പ്ലസ് 160 ന്യൂട്രാസിക്കൽസ് അഥവാ മൈക്രോ ന്യൂട്രിയൻസ് ദൈവം ഈ ഒരു ഫ്രൂട്ടിനകത്ത് ഒളിച്ചു വെച്ചിട്ടുണ്ട്. ഇത് പ്രകൃതിയിലെ ഫ്രൂട്ടിൻ്റെ വെയിറ്റുള്ള ഹെർബിൻ്റെ ഒരു ഏകീകൃത രൂപം. വെള്ളത്തിൽ ലയിച്ച് ചേരുന്ന ഫൈബർ ആണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. വാട്ടർ സൊല്യൂബിൾ ഫൈബർ എന്ന് മാത്രമല്ല ഇത് പവർഫുൾ ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറയാൻ കാരണം ഏത് പഴം നിങ്ങൾ പറിച്ചാലും 4 ദിവസം 5 ദിവസം കഴിഞ്ഞ് കേടാവും. നോനി ഫ്രൂട്ട് നിങ്ങൾ വിളവെടുക്കുക 1 ഇയർ വരെ നിങ്ങൾ മണ്ണിലിട്ടേക്കുക. റൂം ടെമ്പറേച്ചർ ഫ്രിഡ്ജിൽ പോലും വെക്കണ്ട. 1 ഇയർ ആയാലും അതിനകത്തൊരു പൂപ്പൽ രോഗം വരികയോ ഒരു പുഴു കയറുകയോ ഒരു പ്രാണി ഒന്നും സംഭവിക്കില്ല. 1 ഇയർ വരെ അങ്ങനെ ഇരിക്കും.
കിങ്ങിണിപ്പൂവിന്റെ വലിപ്പത്തിൽ നീലപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന മെക്സിക്കൻ ധാന്യമായ ചിയാസ് ഒരു പൂക്കാലത്തെയാണ് ഓർമ്മപ്പെടുത്തുക. രക്തസമ്മർദ്ദം, വായിലെ അൾസർ തുടങ്ങിയവയ്ക്ക് ഫലപ്രദമായ ചിയാസ് ഏത് കാലാവസ്ഥയിലും വീട്ടിൽ പോലും കൃഷി ചെയ്യാം. 3 മാസം കൊണ്ട് വിളവെടുക്കാം എന്നതാണ് മറ്റൊരു സവിശേഷത. വിജയൻ മാഷിന്റെ കൃഷിയിടത്തിലെ തക്കാളിത്തോട്ടം കണ്ടാൽ ആരും ഒന്ന് അത്ഭുതപ്പെടും. 10 അടിയോളം ഉയരത്തിൽ വളർന്നു നിൽക്കുന്ന തക്കാളിച്ചെടികളിൽ ഇനി കായ്ക്കാൻ ഇടം ബാക്കിയില്ല. ചാണകവും പച്ചിലവളവും തന്നെയാണ് ഈ കരുത്തിന്റെയും രഹസ്യം. കൂളർ വച്ച് കൊടും ചൂടിൽ നിന്ന് ചെടികളെ സംരക്ഷിക്കുന്നു. ചുവന്ന് തുടുത്ത് വിളവെടുപ്പിന് പാകമാകുമ്പോഴേക്കും ഒരു തക്കാളി 200 ഗ്രാം വരെ തൂക്കമുണ്ടാകും. ചെറുവെള്ളരി, കക്കിരി എന്നെല്ലാം അറിയപ്പെടുന്ന കുക്കുംബർ നാട്ടിലെ മണ്ണിൽ വളരുന്നതിനേക്കാൾ കരുത്തോടെയാണ് ഇവിടെ തഴച്ചു വളരുന്നത്. ചാണകപ്പൊടിയും കോഴിക്കാഷ്ടവും ചേർത്തിളക്കിയ മണ്ണ് 3 ദിവസം നനയ്ക്കും. ഇതിനുശേഷമാണ് കക്കിരിയുടെ വിത്തിടുക. 2ഉം 4ഉം 16ഉം ഇലകളായി തഴച്ചു വളരുന്ന ചെടികൾ താങ്ങായി കെട്ടിയ വള്ളികളിലൂടെ പടർന്നു കയറും. 30 ദിവസം കൊണ്ട് വിളവെടുപ്പ് തുടങ്ങാം. 25 ദിവസം കഴിയുമ്പോൾ അത് പുഷ്പിച്ചു തുടങ്ങി 30ാമത്തെ ദിവസം ആദ്യത്തെ കായ നിന്ന് പൊട്ടിക്കാം. 60 ദിവസം കണ്ടിന്യൂസ് എവരി ഡേ ഫ്രൂട്ട് എടുത്തുകൊണ്ടിരിക്കാം. 100 ദിവസമാണ് അതിൻ്റെ ഒരു ഗ്രോത്ത് പീരീഡ്. 100 ദിവസം കൊണ്ട് ഒരു വെള്ളരിയുടെ കുരു 20 കിലോ കുക്കുംബറായിട്ട് തിരിച്ചു തരും. അങ്ങനെ ഇതിനകത്ത് ഈ ഇത്ര ഏരിയ എന്ന് പറയുന്നത് ഇതിപ്പോൾ 40 മീറ്റർ നീളം 25 മീറ്റർ വീതിയുള്ളൊരു ഏരിയയാണത്. അപ്പോൾ ഇതിനകത്ത് 2500 പ്ലാന്റ്സ് ഉണ്ട്. ഈ 2500 പ്ലാന്റ്സിൽ നിന്ന് 100 ദിവസം കൊണ്ട് നമ്മൾ ആവറേജ് 20 ടൺ വെജിറ്റബിൾ പ്രൊഡ്യൂസ് ചെയ്യും. കൊടും ചൂടും ദാഹവും അകറ്റാൻ മരുഭൂമിയിലുള്ളവർ കൂടുതലും ആശ്രയിക്കുന്നതും കക്കിരിയെയാണ്. അതുകൊണ്ട് തന്നെ ഈ കൃഷി ഒരിക്കലും നഷ്ടം വരുത്താറില്ല. തോട്ടത്തിലെ കുളത്തിൽ കൂത്താടികൾ വളരുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ മീൻ വളർത്തിയാണ് കൂത്താടികളെ തോൽപ്പിച്ചത്. മുരിങ്ങാമരത്തിൽ പൂക്കൾ കുറഞ്ഞപ്പോൾ പരാഗണത്തിനു വേണ്ടി നാട്ടിൽ നിന്ന് കരിവണ്ടിനെ കൊണ്ടുവന്ന ചരിത്രവും വിജയൻ മാഷിനുണ്ട്. പച്ചക്കറികൾക്കും ഫലവർഗ്ഗങ്ങൾക്കുമൊപ്പം ആടും കന്നുകാലികളും ഈ തോട്ടത്തിന്റെ ഭാഗമാണ്. തോട്ടത്തിൽ വളരുന്ന പുല്ല് കന്നുകാലികൾക്കും അവയുടെ ചാണകവും വെള്ളവും ചെടികൾക്കും നൽകുന്നു. ജൈവകൃഷി എന്നതിനേക്കാൾ ഇതൊരു പ്രകൃതി കൃഷിയാണ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പക്ഷം. പല രഹസ്യങ്ങളും കൃഷി യൂണിവേഴ്സിറ്റിക്കാർ മനസ്സിലാക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്ന ക്രിയേഷൻ പവർ ദൈവം കൊടുത്തേക്കുന്നത് പ്രകൃതിക്കും കർഷകനുമാണ്. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കൊടുത്തതായിട്ട് എനിക്ക് അറിവില്ല. അല്പം രാസവളം ചേർത്താൽ എല്ലാ കൃഷിയും 5% വിളവെങ്കിലും കൂടുതൽ തരുമെന്ന് വിജയൻ മാഷിനറിയാം. എന്നാൽ ചെറിയ നേട്ടത്തിനു വേണ്ടി മണ്ണിനും മനുഷ്യനും ദോഷം ചെയ്യാൻ ഈ കർഷകൻ തയ്യാറല്ല. ഗൾഫ് ഇൻസൈറ്റിൽ ഒരിടവേള കൂടി.